പറഞ്ഞതുപോലെ 100 ദിവസം ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമാണ്. കാരണം ബാലാരിഷ്ടത നമ്മൾ പറയും. 10 വർഷം ഭരണത്തിന് പുറത്തു നിന്നതാണ്. ഈ 10 വർഷവും CPM നേതൃത്വത്തിൽ LDF ആണ് ഭരിച്ചത്. അതുകൊണ്ട് തന്നെ ഭരണത്തിന്റെ സംവിധാനങ്ങളിലൊക്കെ അവരുടെ പിടി നന്നായി മുറുക്കിയിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും 100 ദിവസം ഒരു സർക്കാരിനെ നമുക്ക് പ്രാഥമികമായി ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാവുന്ന തരത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായാണ് ഈ സർക്കാർ വന്നത്. അതിനേക്കാളേറെ അവരുടെ തലയിൽ കൊള്ളാത്തത്ര പ്രതീക്ഷയും ജനങ്ങൾക്കുണ്ടായിരുന്നു. കാരണം 10 വർഷത്തെ ഭരണത്തിനെതിരായ അതിശക്തമായ കൊടുങ്കാറ്റ് പോലെയാണ് ജനവികാരം വന്നത്. എന്ന് പറഞ്ഞാൽ ജനങ്ങളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ സർക്കാരിനെ കാണുന്നത്. അതിൽ ആ പ്രതീക്ഷ മുഴുവൻ നിറവേറ്റാൻ 100 ദിവസം മതിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. 5 വർഷം ഭരിച്ചാൽ ആ പ്രതീക്ഷ നിറവേറ്റപ്പെടുമോ എന്ന ചോദ്യവുമുണ്ട്. ഇത് രണ്ടും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പാസ് മാർക്ക് കിട്ടാവുന്ന ഒരു അവസ്ഥയിലാണോ ഇപ്പോഴത്തെ സർക്കാർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ അതിന് പാസ് മാർക്ക് കൊടുക്കുന്ന ഒരാളാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഒരു മൊത്തം നമ്മുടെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ഈ സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു. സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾ, സമൂഹം, ജനങ്ങൾ, അവരോടുള്ള പെരുമാറ്റം, അതൊരു പോസിറ്റീവായ കാര്യമാണ്. പ്രത്യേകിച്ചും നമ്മൾ പിണറായിയിൽ നിന്ന് സതീശനിലേക്ക് വരുമ്പോഴുള്ള ഒരു മാറ്റം വളരെ കൃത്യമായി മാധ്യമങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ മാധ്യമങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ കയറി ചെല്ലാം. മുമ്പ് ക്ലിഫ് ഹൗസിൽ ചെല്ലാൻ പറ്റില്ല. ഇപ്പോൾ സതീശനെതിരായ ചോദ്യങ്ങൾ വരുന്നു. സതീശൻ വിമർശനത്തിന് അതീതനല്ല, ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവണം. കാരണം അങ്ങനെയാണ് ക്രിട്ടിക്കലാവും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം തെറ്റാണെന്ന് സമൂഹത്തിൽ വലിയൊരു അഭിപ്രായം വന്നാൽ അത് അംഗീകരിക്കുകയും അത് തിരുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലത്ത് തെറ്റ് ചെയ്യില്ല എന്ന് ഒരാളെ കുറിച്ചും പറയാൻ പറ്റില്ല. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് മനുഷ്യനും പ്രവർത്തിക്കുന്ന ആൾക്ക് തെറ്റ് വരും. അപ്പൊ അത് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഇത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ മാറ്റുക. നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ സണ്ണി ജോസഫിന്റെ ബന്ധു നിയമനമടക്കം, ബന്ധു നിയമനമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മറ്റു പാർട്ടികൾ ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചാലും അത് തിരുത്താൻ തയ്യാറായി എന്നുള്ളത്. അതുപോലെ ദേവസ്വം ബോർഡിലെ നിയമനം, അങ്ങനെ തിരുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നല്ലതുമാണ്. തിരുത്തൽ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിണറായി ഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തൊക്കെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും കൂട്ടത്തോടെ വന്ന് ന്യായീകരിക്കുന്ന ആളുകൾ ഉണ്ടാവുക. അത് ആ ന്യായീകരണത്തിന് ബലമില്ല എന്ന് ഇപ്പം മനസ്സിലാവും. മൂന്നാമത്തെ കാര്യം, ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിച്ചത് പലതും ഭാഗികമായെങ്കിലും നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീകളുടെ പ്രിയദർശിനി, ഒരുപാട് പേർ വലിയ വിമർശനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീകളിൽ നല്ലൊരു പങ്കും അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അവരെന്തിന് യാത്ര ചെയ്യുന്നു, അങ്ങനെയുള്ള വലിയ തർക്കങ്ങളൊക്കെ ഉണ്ട്. KSRTCക്ക് നഷ്ടമില്ല, അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. KSRTCക്ക് എത്ര നഷ്ടമുണ്ടെങ്കിലും സ്ത്രീകൾക്ക് പൊതുവായി ഇങ്ങനൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നത് തെറ്റായൊരു കാര്യമല്ല എന്നാണ് ഞാൻ കാണുന്നത്. പിന്നെ കടത്തിൽ മുങ്ങിയ ഒരു കാലത്താണ് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത്. കടത്തിൽ മുങ്ങുമ്പോൾ സാമ്പത്തികമായി വരുമാനക്കുറവുണ്ട്. പക്ഷേ ആദ്യത്തെ 3 മാസത്തെ 1-2 മാസത്തെ GST വരുമാനം തന്നെ വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ഒരുപക്ഷെ പിരിവിലെ ഗുണമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗ്യമാണോ എന്നറിയില്ല, അത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആശാ വർക്കർമാരുടെ ശമ്പളം കൂട്ടുന്ന നിലപാടുണ്ടായിട്ടുണ്ട്. മറ്റെല്ലാ ശമ്പളങ്ങളും കൊടുത്തിട്ടുണ്ട്. SC/ST വിഭാഗങ്ങൾ, ഞാനത് വളരെ പ്രധാനമായി കാണുന്നു. 381 കോടി രൂപയായിരുന്നു അവരുടെ ബാധ്യത. അവരുടെ സ്കോളർഷിപ്പ്, അതുപോലെയുള്ള സംഗതികൾ, ഫീസ്, ഹോസ്റ്റൽ ഫീസൊക്കെ അത് കൊടുത്തു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് വളരെ വലിയ അവഗണനയിൽ കിടന്ന ഒരു കാര്യമാണ്. അതൊരു വിഭാഗത്തിന്. അതുപോലെ പാചക തൊഴിലാളികളുടെ ഒക്കെ ചെറിയ തോതിലുള്ള വർധനം ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ വലിയ തോതിൽ സമരം ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഹാങ് ഓവറുകൾ ഒരുപാട് ബാക്കിയുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ട് അവരുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് കൊല്ലങ്ങളായി, 2-3 വർഷമാവുകയാണ്. ഒരാളെ പോലും നിയമിക്കാത്ത ഇഷ്യൂസ് ഉണ്ട്. അതുപോലെയുള്ള സംഗതികളുണ്ട്. മറുവശത്ത് ഇപ്പൊ PSCയിൽ നടന്ന അഴിമതിയെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. ഈ ഗവൺമെന്റ് കാച്ച് വേർഡ്, ഒരുപക്ഷെ പ്രിയദർശിനി കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് കാച്ച് വേർഡ് എന്ന് പറയാവുന്നത് തൂഫാനാണ്. അതിപ്പോ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം പോലും അതിനെ എതിർക്കില്ല. ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ള ഒരു വാർത്ത വളരെ രസകരമാണ്. തുഫാൻ കേസ് മുഴുവൻ വിചാരണ ചെയ്യാനുള്ള കോടതികൾ ഇവിടെയില്ല. അപ്പൊ എത്ര വ്യാപകമായിരുന്നു കേരളത്തിലെ മയക്കുമരുന്നിന്റെ ആ ഒരു സ്വാധീനം. അതിൽ വലിയ തോതിലുള്ള വ്യത്യാസം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു തെറ്റായ അത് വളരെ നല്ലൊരു കാര്യമാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. നാലാമത്തെ കാര്യം, ഇപ്പൊ ഓണക്കാലമാണ്. എന്തൊക്കെ ക്യാപ്സ്യൂൾ ഇറക്കിയാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഓണത്തിന് പൊതുവിപണി സജീവമാണ് എന്ന കാര്യത്തിന് ഒരു തർക്കവും. കഴിഞ്ഞ തവണ വളരെ വളരെ മോശമായിരുന്നു. അതിന് കാരണമുണ്ട്. കാശില്ലായിരുന്നു. കാശ് കൊടുക്കാത്തത് കൊണ്ട് സാധനങ്ങൾ കൊടുക്കുന്നില്ല.
ഇന്നത്തെ മന്ത്രിക്ക് തന്നെ പ്രതിസന്ധി ഉണ്ടായി പല സ്ഥലങ്ങളിൽ. MLA മാർ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യാതെ മടങ്ങിപ്പോയി, കാരണം അവിടെ സാധനമൊന്നുമില്ല. ഇത്തവണ അതൊന്നും പറയാൻ പറ്റില്ല. വ്യക്തമായും സാധനങ്ങൾ മാർക്കറ്റിലുണ്ട്, വില കൂടുതലുണ്ട്. വില സ്വാഭാവികമായും കൂടുതലാണ്. ഇപ്പോൾ പെട്രോൾ ഡീസൽ വിലയിലുണ്ടായ വലിയ വർധനവ് യുദ്ധവുമായി ബന്ധപ്പെട്ട് എല്ലാത്തിന്റെ വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് 13 ഇനങ്ങൾ നിയന്ത്രിതമായ വിലയ്ക്ക് എല്ലാ വീട്ടുകാർക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിയുന്നുണ്ട്. BPL-കാർക്ക് കിറ്റ് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ KSRTC നമ്മൾ പറയുമ്പോഴും 8 വർഷത്തിന് ശേഷമാണ് KSRTC പെൻഷനേഴ്സിന് അവരുടെ ഓണത്തിന് എന്താ പറയുക, ബോണസ് എന്ന് പറയാൻ പറ്റില്ല, അതുപോലെയുള്ള പെൻഷനേഴ്സിന് കൊടുക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഓണത്തിനുള്ള അലവൻസ് അത് കൂട്ടിയിട്ടുണ്ട്. അവരുടെ വായ്പാ പരിധി കൂട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിൽ വിപണി സജീവമാക്കുന്ന കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സതീശന്റെ എല്ലാ പ്രഖ്യാപനങ്ങളും, ഉദാഹരണത്തിന് വിഴിഞ്ഞം എക്സ്പോർട്ട് ഇമ്പോർട്ട് ആരംഭിച്ചു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഒരുപക്ഷെ കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ വളർത്തുന്ന ഒന്നായി അത് മാറിയേക്കാം. സതീശന്റെ സ്വപ്ന പദ്ധതികളുണ്ട്, അതൊക്കെ എങ്ങനെ വരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കേരളത്തെ പോർട്ട് സിറ്റി ആക്കുന്നു, കേരളത്തിലെ ഏവിയേഷൻ സെന്റർ ആക്കുന്നു. എന്തായാലും അങ്ങനെ ചില പ്രഖ്യാപനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ സാമൂഹ്യ സാമ്പത്തിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളൊക്കെ അതിന്റെ പഠനത്തിന് ശേഷം വിലയിരുത്തേണ്ടതുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് എന്നൊരു കാര്യം സതീശൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നില്ല ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യം, കാരണം ക്ലൈമറ്റ് ചേഞ്ച് പറഞ്ഞ പ്രശ്നമുണ്ട്. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് കൺസിഡർ ചെയ്ത് കേരളത്തിന്റെ അവസ്ഥയെ പരിഗണിക്കുമെന്ന് പറയുന്നത്, ഇതൊക്കെ ഇതിന്റെ പോസിറ്റീവായ കാര്യങ്ങളാണ്. നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഗവൺമെന്റിന് കഴിയുന്നതും കഴിയാതിരുന്നതും ചെയ്യേണ്ടതും ചെയ്യാണ്ടിരുന്നതുമായ ചില കാര്യങ്ങൾ നമ്മൾ അതിലേക്കും വരേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അത് വലിയ കഴിഞ്ഞ സർക്കാർ ഒളിച്ചുപോയി ഒപ്പിട്ടതാണ് PM ശ്രീ, എന്നിട്ടും അത് നടക്കുന്നില്ല. അത് ഈ സർക്കാർ ചെയ്യില്ല എന്നും ചെയ്യുന്നു പറഞ്ഞിട്ടില്ല. ഞാൻ കണക്കാക്കുന്ന ഇനി ഒരു 6-7 മാസമുള്ളൂ PM ശ്രീയുടെ പരിപാടി. അടുത്ത മാർച്ച് 31-ന് PM ശ്രീ അവസാനിക്കും. അതുവരെ എങ്ങനെ നീട്ടിക്കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അക്കാര്യത്തിൽ ഗവൺമെന്റിന് ഒരു റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരുപക്ഷെ ആദ്യത്തെ സർക്കാരാവാം. പ്രളയം വലിയ തോതിൽ ഉരുൾപൊട്ടലും പ്രളയം ഉണ്ടായപ്പോൾ കോർഡിനേഷൻ വേണ്ടത്ര ഉണ്ടായില്ല. എനിക്ക് മുഴുവൻ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും തീർച്ചയായും പുതിയ സർക്കാരാണ്, പുതിയ സംവിധാനങ്ങളാണ്. ഉദ്യോഗസ്ഥരെ പോലും വലിയ തോതിൽ മാറ്റിയിട്ടില്ല, കളക്ടർമാരെ പോലും മാറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഗുണവും ദോഷവും ഉണ്ടാവാം. ഉദ്യോഗസ്ഥരെ കച്ചപിച്ച മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സ്വാഭാവികമായൊരു ഗവൺമെന്റ് വന്നാൽ ഉദ്യോഗസ്ഥരെ മാറ്റും, കളക്ടർമാർ മാറും. ഇത്തവണ അങ്ങനെയൊന്നും കാര്യമായിട്ട് മാറിയിട്ടില്ല. പക്ഷെ കളക്ടർമാർക്ക് കൂടുതൽ അധികാരം കൊടുത്തു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതാണ് നല്ലതും. പ്രാദേശികമായാണ് ദുരന്തങ്ങളെ നേരിടേണ്ടത്. രണ്ട് മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് പത്രസമ്മേളനം നടത്തിയല്ല നേരിടുന്നതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. കാരണം ഒരു സർക്കാരിനും ഇവിടെ വരുന്ന പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലാവസ്ഥാ മാറ്റത്തിലുള്ള അമിത ഫ്ലഡ്, പെട്ടെന്ന് അതിവർഷം വരുന്നു, മേഘവിസ്ഫോടനം വരുന്നു. അത് ഒറ്റയടിക്ക് വന്നാൽ അവിടെ അത് വരും എന്നൊന്നും കണക്കാക്കി മുൻകൂട്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇപ്പൊ പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. മുഴുവൻ പരിഹരിക്കാൻ പറ്റില്ല, കാരണം കേരളത്തിന്റെ തീരം അങ്ങേയറ്റം അശാന്തമാണ്. ഇനിയും ഇത് ഉണ്ടാവാം. ഇപ്പോ മെഡിക്കൽ ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ ശരിയാക്കാൻ കഴിയും. കഴിഞ്ഞ സർക്കാർ മെഡിക്കൽ ആംബുലൻസ് വാങ്ങിയിട്ട് ആകെ ഒരാഴ്ചയായിട്ട് ഓടിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അത് ഓടിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ കൊണ്ടുവരും. തീർച്ചയായും അത്തരത്തിൽ കോർഡിനേഷൻ ഉണ്ട്. പിന്നെ കോൺഗ്രസിനകത്ത് ഇത് തുടങ്ങുന്ന കാലത്ത് തീർച്ചയായും വലിയ തോതിലുള്ള സംഘർഷം സതീശൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും അത് മുഴുവൻ ഒതുങ്ങി എന്ന് പറയുന്നില്ല. കോൺഗ്രസിന് പ്രസിഡന്റ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം, കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കുന്നു എന്നത് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും നെഗറ്റീവായ പോയിന്റുകളിൽ ഒന്നാണ്. കാരണം ഇപ്പോൾ പല തീരുമാനങ്ങളും എടുക്കാൻ കഴിയുന്നു. അടുത്ത ദിവസമാണ് ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറി തീരുമാനമായി. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ്, ചെന്നിത്തലയുടെ ഒരു ഉപദേഷ്ടാവ് നിയമനവുമായി ബന്ധപ്പെട്ട്, ഹേമേന്ദ്രന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഗവർണറുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കുറെ പ്രശ്നങ്ങളുണ്ട്. ഗവർണർ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നു. അതിനെ മുഖ്യമന്ത്രി ശക്തമായി എതിർത്തിട്ടുണ്ട്. ഇതിന് മുമ്പും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ട്, DGPയെ വിളിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നുള്ള പോലെ അല്ലല്ലോ ഇന്ന്. അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റ് തെറ്റ് ചെയ്തു എന്നത് ഈ ഗവൺമെന്റിന് തെറ്റ് ചെയ്യാനുള്ള ന്യായീകരണമായി ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ മാറി വോട്ടിയത്. അതൊരു കാര്യം. പിന്നെ ഞാൻ കാണുന്ന ഒരു പ്രധാന പ്രശ്നം, പ്രതിപക്ഷം വളരെ ദുർബലമാണ് എന്നുള്ളത്. പ്രതിപക്ഷം ഈ ക്യാപ്സ്യൂൾ ഇറക്കുകയും കാർഡ് ഇറക്കുകയും അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അവർ കൊണ്ടുവന്നത് പലതും പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. ഇപ്പൊ ഏറ്റവും ഒടുവിൽ മെറ്റയുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യം, അപ്പൊ ആരും മിണ്ടുന്നില്ലല്ലോ. മെറ്റ ഒഫീഷ്യലായി മറുപടി കൊടുത്തല്ലോ, അപ്പൊ ആരും മിണ്ടുന്നില്ല.
സതീശൻ പറഞ്ഞു സതീശനെതിരായ കാർഡ് നീക്കം ചെയ്തു എന്നൊക്കെ പറയുന്ന വലിയ. പിന്നെ മറ്റ് നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ മരമുറി ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നുണ്ട്, മെസ്സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ പോലീസ് നിഷ്പക്ഷമായി കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ ശിക്ഷിക്കണം. ഇതിൽ രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ പോലീസിന് നടപടി എടുക്കേണ്ടി വരും. ശബരിമല കേസിൽ ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകുമെന്നുള്ളത് വലിയ ചോദ്യമാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അടുത്ത ഒരു 8-9 മാസം എങ്ങനെ പോകുമെന്ന് പറയുമ്പോഴാണ് ഒരു വർഷം നമുക്ക് പറയാൻ കഴിയുക. അതുകൊണ്ട് പ്രതിപക്ഷത്തുള്ള എന്താ പറയുക ദൗർബല്യം അതൊരു വലിയ അഡ്വാൻറ്റേജായി സതീശൻ എടുക്കരുത് എന്നാണ് ഞാൻ കാണുന്നത്. കാരണം അങ്ങനെ വന്നാൽ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് വന്നൊരു വലിയ വിമർശനം സതീശൻ പിണറായിയാണ് എന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പല ആളുകളും പറയാൻ തുടങ്ങി. അദ്ദേഹം തന്നെ ഇന്നലെ അതിന് ക്ലാരിഫൈ ചെയ്തു, ഞാൻ പിണറായി ചെയ്ത നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യും. എന്താണ് പിണറായി ചെയ്ത നല്ല കാര്യം എന്ന് എനിക്കറിയില്ല, അത് അദ്ദേഹം ചെയ്യട്ടെ. അപ്പോൾ പിണറായി ചെയ്തു എന്നുള്ളത് കൊണ്ട് തെറ്റാണെന്നോ സതീശൻ ചെയ്തു എന്നോ ശരിയാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും ഗവൺമെന്റിനെ ജനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, മാധ്യമങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് മുഴുവൻ നിറവേറ്റാൻ സർക്കാരിന് കഴിയുമോ, എത്ര നിറവേറ്റാൻ കഴിയുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്.